സ്വജീവൻ രക്ഷിക്കാൻ അവസരമുണ്ടായിട്ടും ഡോർമിറ്റയിൽ ആളിപ്പടർന്ന തീയിൽ നിന്നും സഹപാഠികളെ രക്ഷിക്കാനായി ദുരന്തമുഖത്തേക്ക് തിരികെ കയറി ഒടുവിൽ മരണത്തിന് കീഴടങ്ങിയ 15-കാരിക്ക് കെനിയയുടെ കണ്ണീർ പ്രണാമം. കെനിയയിലെ ഗിൽഗിലിലുള്ള ഉദുമിഷ ഗേൾസ് അക്കാദമി സീനിയർ സ്കൂൾ ഹോസ്റ്റലിൽ ഉണ്ടായ അഗ്നിബാധയിലാണ് 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ ഫോർച്യൂൺ അമായ ലോസിഗെ സഹപാഠികളെ രക്ഷിക്കാനായി സ്വജീവൻ ബലി നൽകിയത്. പൂർണ്ണമായി അഗ്നി വിഴുങ്ങിയ അമായയുടെ കഴുത്തിൽ ധരിച്ചിരുന്ന ജപമാലയിൽ നിന്നാണ് ഏക മകളെ അമ്മ തിരിച്ചറിഞ്ഞത്. മറ്റു 15 വിദ്യാർത്ഥിനികൾക്കും ഈ അപകടത്തിൽ ജീവഹാനി സംഭവിച്ചു. ആളിപ്പടർന്ന തീയിലും കരിയാതെ അവശേഷിച്ച ആ ജപമാല നാം എപ്പോഴും ഒരുങ്ങിയിരിക്കണമെന്ന ഓർമ്മപ്പെടുത്തലാണ് നൽകുന്നതെന്ന് അമായയുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ കാർമ്മികത്വം വഹിച്ച ഫാദർ ജോൺ നസാവു പറഞ്ഞു. സംസ്കാര ചടങ്ങുകളിൽ 100 കണക്കിന് ആളുകളാണ് ഈ ധീരബാലികയ്ക്ക് വിട നൽകാൻ എത്തിയത്. തീപിടുത്തത്തിൽ ഫോർച്യൂണിൻ്റെ തലയും കഴുത്തും തിരിച്ചറിയാൻ കഴിയാത്ത വിധം കരിഞ്ഞുപോയെങ്കിലും യാതൊരു കേടുപാടും കഴുത്തിൽ ധരിച്ചിരുന്ന ജപമാലയ്ക്ക് സംഭവിച്ചിരുന്നില്ല. ആശുപത്രിയിൽ വെച്ച് ഫോർച്യൂണിൻ്റെ അമ്മ കണ്ടുമുട്ടിയ അമായയുടെ ഒരു സുഹൃത്താണ് അവളുടെ അവസാന നിമിഷങ്ങളിലെ ധീരത ലോകത്തോട് വിളിച്ചു പറഞ്ഞത്. സ്നേഹിതനു വേണ്ടി ജീവൻ നൽകുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല എന്ന ബൈബിൾ വചനം അന്വർത്ഥമാക്കി കടന്നുപോയ ഈ 15-കാരിയുടെ ധീരതയുടെയും സ്നേഹത്തിൻ്റെയും ഓർമ്മകൾ ലോകത്തിനു മുന്നിൽ എന്നും പ്രചോദനമായി നിലകൊള്ളും.